തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് പഞ്ചാംകുഴിയിലെ വീട്ടമ്മയെ കൊന്ന് കുഴിച്ചിട്ടതായി സംശയം. പഞ്ചാംകുഴി സ്വദേശിയായ പ്രിയംവദയെയാണ് 3 ദിവസം മുമ്പ് കാണാതായത്. പ്രിയംവദയുടെ മൃതദേഹം സമീപ വീട്ടില് കുഴിച്ചിട്ടതായി നാട്ടുകാരാരോപിച്ചതാണ് സംശയത്തിന് വഴിവെച്ചത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിനോദ് എന്നയാള് കുറ്റം സമ്മതിച്ചതായാണ് സൂചന. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ അധ്യാപിക കുട്ടികളെ പൂട്ടിയിട്ട് ഏത്തമിടിപ്പിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി ഡിഒയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 15ഓളം കുട്ടികളെ പൂട്ടിയിട്ടു എന്നാണ് പരാതി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ട്രോളി ബാഗുകളിലായി 37 കിലോ ഗഞ്ചാവുമായി 2 യുവതികൾ പിടിയിലായി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശിനികളായ സോണിയ സുൽത്താൻ, അനിത കാതൂണ് എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് യുവതികൾ ട്രെയിൻ മാർഗം എറണാകുളത്തെത്തിയത്. മലയാളം സിനിമാപ്രേമികള് ഏറ്റവുമധികം കാത്തിരിക്കുന്ന സിനിമകളിലെ ഒന്നാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണന് ചിത്രം. ഇപ്പോഴിതാ ചിത്രത്തിന്റെ 8ാമത്തെ ഷെഡ്യൂളില് പങ്കെടുക്കാനായി ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് മോഹൻലാല്. വിമാനത്താവളത്തിൽ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. ഇറാനിലെ എണ്ണപ്പാടം ആക്രമിച്ചതായി റിപ്പോർട്ട്. ലോകത്തേറ്റവും വലിയ ഗ്യാസ് ഫീൽഡിലൊന്നാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരം. ബുഷഹർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് വാർത്താ ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ ആക്രമണം നടന്ന ശേഷം ആദ്യമായിട്ടാണ് ഇറാന്റെ ഓയിൽ ഫീൽഡിൽ ആക്രമണം നടന്നതായുള്ള വിവരം പുറത്തുവരുന്നത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിംഗ് പ്രക്രിയ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി. വരണാധികാരിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകന്റെയും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് കമ്മീഷനിംഗ് പ്രക്രിയ പൂർത്തീകരിച്ചത്. 263 പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കി. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി വരെ ആശ വർക്കേഴ്സിനെ അപമാനിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പരന്ന വായന മാത്രമാണോ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള യോഗ്യത? പരന്ന വായന കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണം? വായിച്ച അറിവ് പോലും ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ തോറ്റതെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ കോവിഡ് കാലത്ത് ശൈലജ ടീച്ചറാണ് തള്ളു തുടങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. കൂടുതൽ മരണവും കേരളത്തിൽ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഈ ആരോഗ്യമന്ത്രിയെ അഭിനന്ദിച്ചിട്ടുണ്ടാകില്ലെന്നും മുരളീധരൻ പരിഹസിച്ചു. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇസ്രയേൽ ആക്രമണം നിർത്തണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് പ്രമേയം പാസാക്കി. മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. മൂവാറ്റുപുഴ കദളിക്കാട് ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ EM മുഹമ്മദിനു നേരെയായിരുന്നു ആക്രമണം. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറിയും വയനാട് MP യുമായ പ്രിയങ്ക ഗാന്ധി രംഗത്ത്. ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ ഇന്ത്യ കൈയടിക്കുന്നതെങ്ങനെയെന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്. ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട UN പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്ന നടപടിയിലും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവും പ്രിയങ്ക ഗാന്ധി നടത്തി. സർക്കാർ നിലപാട് ലജ്ജാകരവും നിരാശാജനകവുമെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി. കുപ്രസിദ്ധ ഗുണ്ടയായ കാർത്തികപ്പള്ളി പത്തിയൂർ സ്വദേശി കിണ്ണ എന്ന് വിളിക്കുന്ന അഖിൽ കൃഷ്ണയെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരപരിധിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. കരിയിലക്കുളങ്ങര, കായംകുളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ 10ഓളം കേസുകളിലെ പ്രതിയായ അഖിൽ കൃഷ്ണ കൊലപാതക ശ്രമം, കാപ്പ നിയമം ലംഘിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ്. കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്രിമിനലുകളുമായി ചേർന്നാണ് ഇയാളുടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം. സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാല കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.